ഇൻഫോമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് Celestron Powerseeker 50 ടെലസ്കോപ്പിന്റെ റിവ്യൂ ആൻഡ് ഡെമോൺസ്ട്രേഷനുമായിട്ടാണ്. അതുപോലെ ഒരു ബിഗിനർ എന്ന രീതിയിൽ ടെലസ്കോപ്പ് ഉപയോഗിക്കുമ്പോൾ നാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുകൂടി ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. ഈ ടെലസ്കോപ്പ് ഉപയോഗിച്ച് പകർത്തിയ സൂപ്പർ മൂണിന്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരുന്നു. അത് കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്പേസ്, ആസ്ട്രോണമി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ ഒരു ടെലസ്കോപ്പിലൂടെ മൂണിനെയോ സ്റ്റാർസിനെയോ പ്ലാനറ്റ്സിനെയോ ഒക്കെ അടുത്ത് കാണാൻ കിട്ടുന്ന അവസരം ഒരിക്കലും കളയരുത്. അതിനാദ്യം തന്നെ ഒരു ടെലസ്കോപ്പ് സ്വന്തമാക്കാൻ ശ്രമിക്കുക. ഞാൻ വാങ്ങിയത് കുറച്ച് ചീപ്പായ എന്നാൽ ഒരു ബിഗിനർ എന്ന രീതിയിൽ ഉപയോഗിക്കാൻ കുറച്ച് എളുപ്പമുള്ള ടെലസ്കോപ്പാണ് Celestron 21039 Powerseeker 50AZ Refractor ടെലസ്കോപ്പാണിത്. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയ സമയത്ത് ഇതിന് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. 290 ദിർഹംസിനാണ് ഞാൻ വാങ്ങിയത്. പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ 420 ദിർഹംസ് ആണ് കാണുന്നത്. അതുപോലെ നാട്ടിലുള്ള പ്രൈസ് ചെക്ക് ചെയ്തപ്പോൾ 6940 റുപ്പീസ് ആണ് കാണാൻ സാധിച്ചത്. പിന്നെ ഇതിന്റെ ഫിക്സിംഗ് ഒക്കെ ഈ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ അല്ലെങ്കിൽ ഇതിന്റെ കൂടെയുള്ള ക്വിക്ക് സെറ്റപ്പ് ഗൈഡ് നോക്കിയിട്ട് നമുക്ക് ഈസി ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് അത്രയും ഡീറ്റെയിൽസിലേക്ക് ഒന്നും കടക്കുന്നില്ല. പിന്നെ ഇതിന്റെ ഇമ്പോർട്ടന്റ് പാർട്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതൊരു റിഫ്രാക്റ്റർ ടെലസ്കോപ്പ് ആണ്. റിഫ്രാക്റ്റർ ടെലസ്കോപ്പിൽ ഇവിടെ ലെൻസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇതിനെ നമ്മൾ ഒബ്ജക്റ്റീവ് ലെൻസ് എന്നാണ് വിളിക്കുന്നത്. ഇനി നിങ്ങളുടെ അടുത്ത് റിഫ്ലക്റ്റർ ടെലസ്കോപ്പ് ആണ് ഉള്ളതെങ്കിൽ ലെൻസിന് പകരം ഇവിടെ മിറർ ആയിരിക്കും ഉണ്ടാവുക. ഈ കാണുന്ന ലോങ് ട്യൂബ് ആണ് ഒപ്റ്റിക്കൽ ട്യൂബ്. ഇനി നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട മെഷർമെന്റ്സ് ഇവിടെ കാണാൻ സാധിക്കും. ഇതിന്റെ അപ്പർച്ചർ, അതായത് ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഡയമീറ്റർ d is equal to 50 millimeter. അതുപോലെ ടെലസ്കോപ്പിന്റെ ഫോക്കൽ ലെങ്ത്, അതായത് ഒപ്റ്റിക്കൽ ട്യൂബിന്റെ ലെങ്ത് f is equal to 600 millimeter എന്ന് കാണാൻ സാധിക്കും. ഇനി ഇതാണ് ത്രെഡഡ് ബോൾട്ട്. ഇത് ലൂസ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ടെലസ്കോപ്പിനെ ഇതുപോലെ സൈഡ് വേസ് ഒക്കെ മൂവ് ചെയ്യാൻ സാധിക്കും. കറക്റ്റ് ഒബ്ജക്റ്റിന് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ടൈറ്റ് ആക്കുക. ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ സൈഡ് വേസ് മൂവ് ചെയ്യാൻ സാധിക്കില്ല. അപ്പ് ആൻഡ് ഡൗൺ മാത്രമേ മൂവ് ചെയ്യാൻ സാധിക്കൂ. ഇതാണ് ഫൈൻഡർ സ്കോപ്പ്. നമ്മൾ ഒബ്സർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിനെ ഇതിലൂടെ കറക്റ്റായി പോയിന്റ് ചെയ്യുന്നു. ഇതിന്റെ ക്രോസ് വയർ ഒബ്ജക്റ്റിൽ കൃത്യമായി വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യണം. അതിന് നമുക്ക് ഈ ഫൈൻഡർ സ്കോപ്പിൽ കാണുന്ന 3 സ്ക്രൂസ് പതുക്കെ തിരിച്ച് ക്രോസ് വയറിന്റെ സെന്റർ ഒബ്ജക്റ്റിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. ഈ കാണുന്നതാണ് ഡയഗണൽ. ഇതിലേക്കാണ് നമ്മൾ ഐ പീസ് ഫിക്സ് ചെയ്തത്. ഐ പീസിലൂടെയാണ് നമ്മൾ ഒബ്ജക്റ്റിനെ മാഗ്നിഫൈഡ് ആയി കാണുന്നത്. ഇപ്പോൾ ഇതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് 20 millimeter ഫോക്കൽ ലെങ്ത് ഉള്ള ഐ പീസ് ആണ്. ഇതുപോലെ 12.5 mm ഫോക്കൽ ലെങ്ത്തും 4 mm ഫോക്കൽ ലെങ്ത്തുമുള്ള 2 ഐ പീസുകൾ കൂടിയുണ്ട്. ഓരോ ഐ പീസ് ഉപയോഗിക്കുമ്പോഴും എത്രയാണ് മാഗ്നിഫിക്കേഷൻ ലഭിക്കുന്നതെന്ന് ഒരു സിമ്പിൾ കാൽക്കുലേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. Magnification is equal to focal length of the telescope divided by focal length of the eyepiece. ഉദാഹരണത്തിന് 20 millimeter eyepiece ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ magnification is equal to 600 mm divided by 20 mm is equal to 30 എന്ന് കിട്ടും. അതുപോലെ 12.5 mm ഫോക്കൽ ലെങ്ത് ഉള്ള eyepiece ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ magnification 48, 4 mm ആണെങ്കിൽ magnification 150 ഇങ്ങനെയായിരിക്കും കിട്ടുക. ഫോക്കൽ ലെങ്ത് കുറയുന്തോറും മാഗ്നിഫിക്കേഷൻ കൂടുന്നു. കഴിഞ്ഞ വീഡിയോയിൽ മാഗ്നിഫിക്കേഷന്റെ വാല്യൂസ് പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ട്. ഈ ഐ പീസുകളുടെ കൂടെ ഒരു ഇറക്റ്റിംഗ് ഐ പീസ് കൂടി യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാഗ്നിഫിക്കേഷൻ ആണ് അതിൽ പറഞ്ഞിരുന്നത്. ഇനി നമ്മുടെ ടെലസ്കോപ്പ് ഉപയോഗിച്ച് സാധ്യമാകുന്ന ഒരു മാക്സിമം മാഗ്നിഫിക്കേഷൻ ഉണ്ട്. അത് കണ്ടുപിടിക്കുന്നതിന് അപ്പർച്ചറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ അപ്പർച്ചർ 50 millimeter ആണ്. അതുകൊണ്ട് ഈ ടെലസ്കോപ്പ് ഉപയോഗിച്ച് കിട്ടുന്ന മാക്സിമം മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് 100 ആയിരിക്കും. അതിൽ കൂടുതൽ മാഗ്നിഫിക്കേഷൻ ഉള്ള ഐ പീസ് ഉപയോഗിച്ചാൽ ഇമേജ് കുറച്ച് ബ്ലർഡ് ആയിരിക്കും. ഇനി ഇതാണ് ഫോക്കസ് നോബ്. ഇത് ക്ലോക്ക് വൈസ് ആയും ആന്റി ക്ലോക്ക് വൈസ് ആയും തിരിച്ചാണ് നമ്മൾ ഒരു വസ്തുവിനെ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഈ കാണുന്നത് പോലെ ഒരു ട്രൈപോഡും ഇതിന്റെ ഒപ്പം വരുന്നുണ്ട്. ഈ ട്രൈപോഡിൽ നമുക്ക് ആക്സസറി ട്രേ ഫിക്സ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഒരു ഐ പീസ് ഇതിൽ യൂസ് ചെയ്യുന്ന സമയത്ത് മറ്റ് ഐ പീസുകളൊക്കെ ഇതിലിട്ട് വെക്കാവുന്നതാണ്. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ഐ പീസിന്റെ മാഗ്നിഫിക്കേഷൻ 3 ഇരട്ടിയാക്കാൻ ഇതിന്റെ കൂടെ ഒരു ബാർലോ ലെൻസ് വരുന്നുണ്ട്. അതുപോലെ ഇതിന്റെ ഒപ്പം ഒരു ഇറക്റ്റിംഗ് ഐ പീസ് കൂടി വരുന്നുണ്ട്. ഇത് ഐ പീസിന്റെ ഒപ്പം ഉപയോഗിക്കുകയാണെങ്കിൽ മാഗ്നിഫിക്കേഷൻ 1.5 ടൈംസ് കൂടും. ഉദാഹരണത്തിന് ഇപ്പോൾ 30 മാഗ്നിഫിക്കേഷൻ ഉള്ള ഐ പീസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതുകൂടി ഉപയോഗിക്കുമ്പോൾ മാഗ്നിഫിക്കേഷൻ 45 ആകും. സാധാരണ നമ്മൾ ഐ പീസിലൂടെ നോക്കുമ്പോൾ ഒബ്ജക്റ്റിന്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണ് കാണുക. പക്ഷേ ഈ ഇറക്റ്റിംഗ് ഐ പീസ് ഉപയോഗിച്ചാൽ അത് കറക്റ്റ് ആക്കാൻ സാധിക്കും.
ഈ ഇറക്റ്റിംഗ് ഐ പീസ് പ്രധാനമായും ഉപയോഗിക്കുന്നത് നമ്മൾ ഡേ ടൈമിൽ ഭൂമിയിലുള്ള ഏതെങ്കിലും വസ്തുക്കളെയൊക്കെ ഒബ്സർവ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഈ ടെലസ്കോപ്പിന്റെ ബേസിക് പാർട്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. ഇനി ഒരു ബിഗിനർ ആണെങ്കിൽ ആദ്യം രാത്രിയിൽ മൂണിനെയോ സ്റ്റാർസിനെയോ ഒബ്സർവ് ചെയ്യുന്നതിന് മുമ്പായി പകൽ സമയത്ത് ഏതെങ്കിലും ഒബ്ജക്റ്റിനെ ഈ ടെലസ്കോപ്പ് ഉപയോഗിച്ച് ഒബ്സർവ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഈ ബോൾട്ട് ലൂസ് ആക്കിയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിലേക്ക് ടെലസ്കോപ്പിനെ തിരിക്കുക. ഫൈൻഡോസ്കോപ്പിലൂടെ കൃത്യമായ ഒബ്ജക്റ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ ബോൾട്ട് ടൈറ്റ് ആക്കുക. ക്രോസ് വയർ കൃത്യമായി ഒബ്ജക്റ്റിലേക്ക് ആകുന്ന വിധത്തിൽ ഫൈൻഡോസ്കോപ്പിന്റെ സ്ക്രൂസ് അഡ്ജസ്റ്റ് ചെയ്യുക. ഫോക്കസ് നോബ് തിരിച്ച് ഫോക്കസിംഗ് കറക്റ്റ് ആക്കുക. ഇതുപോലെ അടുത്തും അകലെയുമുള്ള വസ്തുക്കളെ കൃത്യമായി ഫോക്കസ് ചെയ്ത് ഒബ്സർവ് ചെയ്യുക. അപ്പോൾ പകൽ സമയത്ത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് റെഡിയായി കഴിഞ്ഞാൽ പിന്നെ രാത്രിയിൽ നമുക്ക് ഈസിയായി സ്റ്റാർസിനെയോ പ്ലാനറ്റ്സിനെയോ മൂണിനെയോ ഒക്കെ ഇതിലൂടെ ഈസിയായി ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സോളാർ ഫിൽറ്റർ ഇല്ലാതെ ഒരിക്കലും സൂര്യനെ ടെലസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യാൻ പാടില്ല. അത് നമ്മുടെ കണ്ണിന് അത്ര നല്ലതല്ല. അത് കൃത്യമായി ഇതിന്റെ ഇൻസ്ട്രക്ഷൻ മാനുവലിൽ വാർണിംഗ് ആയി കൊടുത്തിട്ടുണ്ട്. കുട്ടികൾ എങ്ങാനും ഈ ടെലസ്കോപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് കൃത്യമായി അവര് പറഞ്ഞ് മനസ്സിലാക്കുക. ഇനി നമ്മൾ ടെലസ്കോപ്പ് ഒക്കെ ഉപയോഗിക്കാൻ റെഡി ആയിട്ടിരിക്കുന്ന ദിവസം ആകാശം മുഴുവൻ മേഘങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ പിന്നെ ഒരു രക്ഷയുമില്ല, ഒന്നും കാണാൻ സാധിക്കില്ല. ഈ കഴിഞ്ഞ സൂപ്പർമൂൺ ഉണ്ടായ ദിവസം ഇങ്ങനെ ഒരു കംപ്ലൈന്റ് പലരും നാട്ടിൽ പറഞ്ഞിരുന്നു. അപ്പോൾ രാത്രിയിൽ മേഘങ്ങളില്ലാതെ ആകാശം തെളിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ ടെലസ്കോപ്പും എടുത്ത് സ്റ്റാർസിനെയോ പ്ലാനറ്റ്സിനെയോ മൂണിനെയോ ഒക്കെ ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഈ ടെലസ്കോപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾ ഓൾറെഡി ടെലസ്കോപ്പ് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.